ഉമേഷ്, ഒരു നിമിഷം. ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ദിലീപിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ആലുവ പോലീസ് ക്ലബിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ. കസ്റ്റഡി കാലാവധി നീട്ടി വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ദിലീപിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നിലവിൽ കണ്ടത്. കെ ഉമേഷ് ചേരുന്നു. ഉമേഷ്, പുതിയ വിവരങ്ങൾ കൂടി. ദിലീപിനെ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ഇറക്കിയിരിക്കുന്നു. ഏതാണ്ട് അരമണിക്കൂർ സമയം മാത്രമാണ് അങ്കമാലി കോടതിയിലേക്ക് ഉള്ളത്. അങ്കമാലി കോടതിയിൽ എത്തിച്ച ശേഷം ദിലീപിന്റെ കസ്റ്റഡി കാലാവധി നീട്ടുന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. അതിനുള്ള അപേക്ഷ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ദിലീപിനെ കോടതിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ദിലീപിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യം കൂടിയാണുള്ളത്. ദിലീപിന്റെ ജാമ്യാപേക്ഷ, അതിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ജാമ്യം നൽകുമോ എന്ന കാര്യത്തിൽ ഇന്നാണ് അറിയുന്നത്. അത് അല്പസമയത്തിനകം അറിയാം എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ കസ്റ്റഡി കാലാവധി നീട്ടി വാങ്ങുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് പോലീസ് അത്തരത്തിലുള്ള നീക്കവും നടത്തുന്നുണ്ട്. കേസ് അന്വേഷണത്തിൽ അപ്പുണ്ണിയുടെ പങ്ക് റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിൽ അപ്പുണ്ണിയുടെ പങ്ക് കൂടി അതിന്റെ വ്യക്തമായ തെളിവുള്ള സാഹചര്യത്തിൽ അപ്പുണ്ണിക്ക് വേണ്ടിയുള്ള തിരച്ചിലും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പൾസർ സുനിയുടെ അഭിഭാഷകനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യവും ഇന്നുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നതാണ് കേസുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പുതിയ ഡെവലപ്മെന്റുകൾ. ഇപ്പോൾ ദിലീപിനെ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പനിമിഷം മുമ്പാണ് ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ദിലീപിനെ കോടതിയിലേക്ക് കൊണ്ടുപോയത്. ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി ഉണ്ടാകും. ജാമ്യാപേക്ഷ ഇന്ന് ജാമ്യം ലഭിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നാണ് അറിയുന്നത്. പോലീസ് കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കോടതി അനുവദിക്കുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് അറിയേണ്ടതുണ്ട്. പ്രതീഷിന്റെ അറസ്റ്റും ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരാ കോടതിയിലേക്ക് ദിലീപിനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ കണ്ടത്. നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് ദിലീപിന് ജാമ്യം ലഭിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കൂടുതൽ കസ്റ്റഡിയിൽ കൂടുതൽ ദിവസം വാങ്ങുന്നതിനായി കസ്റ്റഡി കാലാവധി നീട്ടി നൽകുന്നതിനായി പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് അറിയാം. എന്തായാലും ഇന്ന് ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകും. എന്നാൽ ജാമ്യം നൽകുന്നത് കേസിന്റെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ കോടതി തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് പ്രതീഷിന്റെ അറസ്റ്റും ഇന്ന് ഏതാനും ദിവസങ്ങൾക്കകം ഉണ്ടാകും എന്ന് ഏതാനും മണിക്കൂറുകൾക്കകം ഉണ്ടാകുമെന്ന് പൊതുവിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു അഭിഭാഷകന്റേതായ പരിരക്ഷ തനിക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് കോടതിയിൽ നേരത്തെ അയാൾ വാദിച്ചിരുന്നു. പക്ഷേ അഭിഭാഷകന്റെ പരിരക്ഷ ഉണ്ടാകില്ല, ഈ അറസ്റ്റ് ഒഴിവാക്കാനാകില്ല എന്ന് കോടതി സൂചിപ്പിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ വളരെ നിർണായകമായ ഡെവലപ്മെന്റുകൾ വരുന്ന മണിക്കൂറുകൾ ഇതുമായി ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ദിലീപിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം, ദിലീപിനെ കോടതിയിൽ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയത്തിനകം കോടതിയിൽ എത്തിച്ചേരും. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നേരത്തെ കണ്ടത്. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകൾ കൂടിയാണ് ഉള്ളത്. കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഡെവലപ്മെന്റ് ഇന്ന് ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ടി പി പ്രശാന്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. പ്രശാന്ത്, പുതിയ വിവരങ്ങൾ കൂടി.
സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുണ്ട്. സുരേശൻ എത്തിയിരിക്കുന്നു. അതായത് ഈ ജാമ്യാപേക്ഷയെ ജാമ്യാപേക്ഷയിൽ വിധി പറയും എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നിലപാട് വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ കേസിൽ നിരവധി അതായത് ജീവപര്യന്തം അടക്കമുള്ള ഒരു കുറ്റങ്ങളാണ് പ്രതിക്കുമേൽ ചാർത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ള വാദമായിരിക്കും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും ഉണ്ടാവുക. കാരണം കോടതി കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷന്റെ അഭിപ്രായം ചോദിച്ചിരുന്നു. ഈ അഭിപ്രായമായിരിക്കും ഇന്ന് കോടതിയിൽ അദ്ദേഹം വ്യക്തമാക്കുക. അതേസമയം പ്രതിഭാഗം അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് രാംകുമാറും ഇപ്പോൾ കോടതി പരിസരത്ത് ചേർന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ദിലീപിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഏകദേശം ആലുവ ദേശം പിന്നിട്ടു എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും കോടതിയിൽ ഈ കേസ് മുന്നോട്ട് വരുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള ജാമ്യാപേക്ഷ എതിർക്കുകയും പോലീസിന് 2 ദിവസത്തെ കസ്റ്റഡിയിലടക്കം ഈ പ്രതിയെ വിട്ടുകിട്ടുന്നതിനുള്ള സാഹചര്യത്തെക്കുറിച്ചെല്ലാം തന്നെയായിരിക്കും പോലീസ് അപേക്ഷ നൽകിയിരിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ട് തെളിവ് നൽകാൻ കഴിയുന്ന അപ്പുണ്ണി, ദിലീപിൻ്റെ മാനേജറുള്ള അപ്പുണ്ണി ഇപ്പോഴും ഒളിവിലാണ്. അപ്പുണ്ണിയെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അക്കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ മുമ്പാകെ മുന്നോട്ട് വെക്കുകയും മാത്രമല്ല അപ്പുണ്ണിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. അതേ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലെല്ലാം നടക്കേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ കോടതിയെ അറിയിക്കുമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ അതായത് 11 മണിയോടുകൂടി തന്നെ കോടതി നടപടിയെ സംബന്ധിച്ച് ആരംഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. ഈ ജാമ്യം സംബന്ധിച്ച് പ്രശാന്ത്, അഡ്വക്കേറ്റ് രാംകുമാർ അദ്ദേഹം കോടതിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ. പ്രശാന്ത്, ഇക്കാര്യത്തിൽ പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്ന എന്താണ്? ഈ കേസിന്റെ സുഗമമായ നടത്തിപ്പിന് ഇത് വിഘാതമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ജാമ്യ ഹർജിയെ എതിർക്കുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്നത്. അനുകൂലമായ, അതായത് ദിലീപിന് ജാമ്യം കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ്, നമുക്ക് ഒരു മുൻവിധി സാധ്യമല്ല എങ്കിൽ പോലും നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന എന്താണ്? ജാമ്യം സംബന്ധിച്ച് അതിനുള്ള അനുകൂല ഘടകങ്ങൾ, സാഹചര്യങ്ങൾ എന്താണ്? നിലവിൽ ജീവപര്യന്തം അടക്കമുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നുള്ള വാദമായിരിക്കും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് വെക്കുക. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ കേസിലെ നിർണായകമായിട്ടുള്ള ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ഒളിവിലാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള ദിലീപിനടക്കം ജാമ്യം നൽകിയാൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതി, തെളിവുകൾ നശിപ്പിക്കപ്പെടാമെന്നുള്ള വാദവും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചേക്കാം. ഇത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ കോടതി ഈ കേസ് സംബന്ധിച്ച കാര്യത്തിൽ പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ തന്നെ ജാമ്യാപേക്ഷയെ സംബന്ധിച്ച കേസിൽ ഇപ്പോൾ വാദം പകുതിയോളം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ നിലപാട് കൂടി അറിയിക്കുമ്പോൾ അതിനുശേഷം പോലീസ് മുന്നോട്ട് വെച്ചിട്ടുള്ള 2 ദിവസത്തെ കസ്റ്റഡി എന്നുള്ള അപേക്ഷ, ആ അപേക്ഷ പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജാമ്യം നിഷേധിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ഹൈക്കോടതിയെ സമീപിക്കാം എന്ന കാര്യത്തിലേക്കുമാണ് ഇപ്പോൾ പ്രതിഭാഗം വക്കീൽ അല്ലെങ്കിൽ പ്രതിഭാഗം അഭിഭാഷകർ അടക്കമുള്ളവർ ആലോചിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യത്തെയും തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. തുടരുക. കോടതി പരിസരത്താണ് ഇപ്പോൾ പ്രശാന്ത് ഉള്ളത്. കേസിന്റെ മറ്റു വിവരങ്ങൾ കൂടി നൽകാൻ നികേഷ് ചേരുന്നുണ്ട്. നികേഷ്, ഈ അപ്പുണ്ണിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അയാളുടെ അറസ്റ്റാണ് ഇനി കാത്തിരിക്കുന്നത്. ഒപ്പം ഈ പ്രതീഷിന്റെ അറസ്റ്റും ഇന്നുണ്ടാകുമെന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ. അതായത് പൾസർ സുനിയുടെ അഭിഭാഷകന്റെ അറസ്റ്റും. നിയമപരമായ പരിരക്ഷ വേണമെന്ന് ഇയാൾ കോടതിയിൽ വാദിച്ചിരുന്നു എങ്കിലും അഭിഭാഷകന്റെ പരിരക്ഷ ഉണ്ടാവില്ല, അറസ്റ്റ് അനിവാര്യമാണ്, തടയാനാകില്ല എന്ന് കോടതി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്താണ് ഇന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്? നികേഷ്, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കോടതി പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ദിലീപിനെ കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് ജാമ്യം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ആണ് വളരെ നിർണായകമായ മണിക്കൂറുകളാണ്. ദിലീപിന് ജാമ്യം ലഭിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. നിയമപരമായ ഇക്കാര്യത്തിൽ
ജാമ്യം നൽകിയാൽ അത് കേസിന്റെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കോടതി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുക എന്നുള്ളത് അറിയില്ല. എന്തായാലും കോടതിയുടെ പരിഗണനയിലുള്ള ഇഷ്യൂ കൂടിയാണ് ഇത്. കേസ് അല്പസമയത്തിനകം പരിഗണിക്കുമെന്നുകൂടിയാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ദിലീപിന്റെ കസ്റ്റഡി കാലാവധി നീട്ടാൻ പോലീസ് ഹർജി സമർപ്പിക്കും. കൂടുതൽ തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി കൂടി അങ്ങനെ ഒരു സാഹചര്യം അനിവാര്യമാണ് എന്ന് പോലീസ് കോടതിയിൽ പറയും. അഡ്വക്കേറ്റ് രാംകുമാർ, ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ അടക്കം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ദിലീപിനെ നിലവിൽ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. ആലുവ പോലീസ് ക്ലബിൽ നിന്ന് നിലവിൽ കോടതിയിലേക്ക് ദിലീപിനെ കൊണ്ടുവരികയാണ്. എന്തായാലും ദിലീപിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗം വാദം പൂർത്തിയാക്കിയെങ്കിലും പ്രോസിക്യൂഷൻ വാദം ഇന്നലെ നടന്നില്ല. സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ദിലീപിന് ജാമ്യം ലഭിച്ചാൽ അത് സാക്ഷികളെ സ്വാധീനിക്കും എന്ന ആശങ്ക പോലീസിനുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ഉന്നയിച്ചത് കൊണ്ട് തന്നെ അതിന്റെ നിയമസാധ്യതകൾ കൂടി നിലവിൽ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഗൂഢാലോചന നടത്തിയതായി പോലീസ് ആരോപിക്കുന്ന തൃശ്ശൂരിലെ 3 ലൊക്കേഷനുകളിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തി. കൂടുതൽ തെളിവെടുപ്പിന്, കൂടുതൽ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ വാങ്ങുന്നത്, കൂടുതൽ ദിവസത്തേക്ക് വാങ്ങുന്നതിന് അപേക്ഷ കൂടി പോലീസ് നൽകും. എന്തായാലും ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗം വാദം പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിലും പ്രോസിക്യൂഷൻ വാദം ഇന്നലെ നടന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും ദിലീപിന് ജാമ്യം ലഭിച്ചാൽ അത് സാക്ഷികളെ സ്വാധീനിക്കും എന്ന ആശങ്ക ഇക്കാര്യത്തിൽ പോലീസിനുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ത് തരത്തിലുള്ള വിധിയാവും, ജാമ്യം ലഭിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി എന്തായാലും നിലവിൽ അറിയാനുണ്ട്. കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ദിലീപിനെ കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അല്പസമയത്തിനകം കോടതിയിൽ എത്തിച്ചേരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കോടതി പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധി നികേഷ് കൂടി നിലവിൽ ചേരുന്നുണ്ട്. നികേഷ്, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഡെവലപ്മെന്റുകൾ എന്താണ്? കാരണം ഇന്ന് പ്രതീഷിന്റെ അറസ്റ്റ് ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പൾസർ സുനിയുടെ അഭിഭാഷകൻ അപ്പുണ്ണിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്? അരുൺ, നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ ദിലീപിന്റെ പങ്ക് തെളിയിക്കുന്ന ഒരു നിർണായകമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കൃത്യം നടന്നതിന് ശേഷം ഒളിവിൽ പോയ പൾസർ സുനി, ഇതിലെ പ്രധാന പ്രതി പൾസർ സുനി ഒളിവിൽ പോയിരുന്നു. ഈ ഒളിവിലിരുന്ന് പൾസർ സുനിക്ക് ദിലീപ് ചില സഹായങ്ങൾ നൽകി എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതായത് പൾസർ സുനിയെ ഒളിവിൽ കഴിയാനും അതോടൊപ്പം നിയമസഹായം നൽകാനും ചില സഹായങ്ങൾ ദിലീപ് നൽകി എന്നത് സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതീഷ് ചാക്കോ എന്ന അഭിഭാഷകൻ, അതായത് കേസിൽ പൾസർ സുനിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ഹാജരായത് പ്രതീഷ് ചാക്കോ ആയിരുന്നു. പ്രതീഷ് ചാക്കോയെ പൾസർ സുനിക്ക് പരിചയപ്പെടുത്തിയത് ദിലീപാണെന്നുള്ള നിർണായകമായ വിവരം ലഭിച്ചിട്ടുണ്ട്, പോലീസ് ലഭിച്ചിട്ടുണ്ട്. പ്രതീഷ് ചാക്കോയുടെ നിർദ്ദേശപ്രകാരമാണ് പൾസർ സുനി ഈ മെമ്മറി കാർഡ് സൂക്ഷിച്ചതെന്നും അതിനുശേഷം പ്രതീഷ് ചാക്കോ ഈ മെമ്മറി കാർഡ് കൈവശപ്പെടുത്തിയതെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന് ലഭിക്കുന്ന മറ്റൊരു സുപ്രധാനമായ വിവരം, ഒരു അഭിഭാഷകൻ എന്ന നിലയിലല്ല, അതിനപ്പുറത്തേക്ക് ഈ കുറ്റകൃത്യം മറച്ചുവെക്കുന്നതിലും പ്രതികളെ അവിഹിതമായി സഹായിക്കുന്നതിലും തെളിവുകൾ നശിപ്പിക്കുന്നതിലും പ്രതീഷ് ചാക്കോയുടെ പങ്ക് പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീഷ് ചാക്കോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നത് ഈ കേസിലെ സംബന്ധിച്ച് നിർണായകമായ ഒരു ഘടകമാണ്. അതിനായി പ്രതീഷ് ചാക്കോയോട് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ തനിക്ക് ചില ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നും അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതീഷ് ചാക്കോ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി ഈ ഹർജി തള്ളുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീഷ് ചാക്കോയെ ഏത് സമയവും കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പൾസർ സുനി പ്രതീഷ് ചാക്കോയുടെ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയുടെ നിർദ്ദേശപ്രകാരമാണ് കോടതിയിൽ കീഴടങ്ങാൻ എത്തിയതെന്നും ആ ഘട്ടത്തിൽ കോടതിയിൽ പ്രതീഷിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ അവിഹിതമായി സഹായം നൽകുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിനും നിർണായകമായ പങ്കാണ് പ്രതീഷിനുള്ളതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ പ്രതീഷിനെ ചോദ്യം ചെയ്താൽ ചില നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ വിവരങ്ങൾ കൂടി ചില ദിലീപിൽ നിന്ന് ചോദിച്ചറിയേണ്ടിയിരിക്കുന്നത്. പ്രതീഷും ദിലീപും പൾസർ സുനിയുമായുള്ള ബന്ധം സംബന്ധിച്ച് പോലീസിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ചോദ്യം ചെയ്യലിൽ പൾസർ സുനി ഈ കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇനി നിർണായകമാവുക പ്രതീഷ് ചാക്കോയുടെ മൊഴിയും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം നൽകുന്ന മറുപടിയുമായിരിക്കും. അരുൺ, എന്തായാലും
തുടരുക നികേഷ്. ആലുവ കോടതി പരിസരത്തു നിന്നുള്ള അങ്കമാലി കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നിലവിൽ കാണുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതിയിൽ ഇന്ന് ഹാജരാക്കും. ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ദിലീപിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡി പൂർത്തിയായതിനെ തുടർന്നാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുക. അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുന്നത്. അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത്. ദിലീപിന് കോടതി ജാമ്യം അനുവദിക്കുമോ എന്ന് ഇന്നറിയാം. അതേസമയം അന്വേഷണം തുടരാനായി കസ്റ്റഡി കാലാവധി നീട്ടിത്തരണം എന്നായിരിക്കും പോലീസ് ആവശ്യപ്പെടുക. ദിലീപിന് ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നത്. ബുധനാഴ്ച ദിലീപിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു. എന്നാൽ അന്ന് ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം മാത്രമാണ് കോടതി കേട്ടത്. പ്രോസിക്യൂഷന് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം നീട്ടി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ദിലീപിന് ജാമ്യം അനുവദിച്ചാൽ കേസിനെയും തെളിവ് ശേഖരണത്തെയും ബാധിക്കും എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗം വാദം പൂർത്തിയാക്കിയെങ്കിലും പ്രോസിക്യൂഷൻ വാദം ഇന്നലെ നടന്നില്ല. സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ദിലീപിന് ജാമ്യം ലഭിച്ചാൽ അത് സാക്ഷികളെ സ്വാധീനിക്കും എന്ന വലിയ ആശങ്ക കൂടി പോലീസിനുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ പോലീസിന് ദിലീപിനെതിരെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നും വെറും സംശയത്തിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് ദിലീപിന്റെ കാര്യത്തിൽ നടക്കുന്നത് എന്നുമായിരിക്കും പ്രതിഭാഗം കോടതിയിൽ വാദിക്കുക. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ജാമ്യാപേക്ഷ തള്ളിയാൽ ഉച്ചയോടെ തന്നെ മേൽക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്കമാലി കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ടി പി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായ നടൻ ദിലീപിനെ കോടതിയിൽ ഹാജരാക്കും. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കുക. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വലിയ ഒരു ജനസമൂഹം അവിടെ പതുപോലെ കാത്തു നിൽക്കുന്നുണ്ട്. ദിലീപിന് കോടതി ജാമ്യം അനുവദിക്കുമോ എന്ന വളരെ നിർണായകമായ വിവരങ്ങൾ കൂടി ഇന്നറിയാം. അതിന്റെ മണിക്കൂറുകളാണ്, അതിന്റെ നിമിഷങ്ങൾ കൂടിയാണ് ഇത്. ദിലീപിന്റെ കസ്റ്റഡി കാലാവധി നീട്ടാൻ പോലീസ് ഹർജി സമർപ്പിക്കും. എന്നാൽ ദിലീപിന് കോടതി ജാമ്യം അനുവദിക്കുമോ എന്ന കാര്യം ഇന്ന് അറിയാം. അന്വേഷണം തുടരാനായി കസ്റ്റഡി കാലാവധി നീട്ടിത്തരണം എന്ന വാദം എന്നാണ് പോലീസ് ആവശ്യപ്പെടുക. ദിലീപിന് ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്യുക. ബുധനാഴ്ച ദിലീപിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു. എന്നാൽ അന്ന് ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം മാത്രമാണ് കോടതി കേട്ടത്. പ്രോസിക്യൂഷന് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം നീട്ടി നൽകുന്ന സാഹചര്യം കൂടിയുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണ്. അവിടെ നിന്ന് ദിലീപിനെ അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ്. നേരത്തെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടിരുന്നു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. നേരത്തെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടിരുന്നു. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ദിലീപിന് ജാമ്യം അനുവദിച്ചാൽ അത് കേസിനെയും തെളിവ് ശേഖരണത്തെയും ബാധിക്കും എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രധാനമായും വാദിക്കുക. അങ്ങനെയാണെങ്കിൽ ജാമ്യം ലഭിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കോടതിയുടെ പരിഗണനയിൽ ഉള്ള കേസായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്തിമമായി നിലവിൽ ഒരു പ്രവചനങ്ങളൊന്നും സാധ്യമല്ല എങ്കിൽ പോലും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് നിലവിൽ നിയമവൃത്തങ്ങൾ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പോലീസിന് ദിലീപിനെതിരെ തെളിവുകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നും വെറും സംശയത്തിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യരുത് എന്നും ആയിരുന്നു കോടതിയിൽ വാദിച്ചിരുന്നത്. സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നാണ് അഡ്വക്കേറ്റ് രാംകുമാർ നേരത്തെ കോടതിയിൽ വാദിച്ചിരുന്നത്. എന്തായാലും പ്രതിഭാഗം ജാമ്യാപേക്ഷ തള്ളിയാൽ ഉച്ചയോടുകൂടി തന്നെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമവും ദിലീപിന്റെ ഭാഗത്തുനിന്നുണ്ടാവും, ദിലീപിന്റെ അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ദിലീപിനെ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണത്. വളരെ നേരത്തെ തന്നെ ഏകദേശം ഒരു 15 മിനിറ്റിന് മുൻപ് തന്നെ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ദിലീപുമായി പോലീസ് സംഘം അങ്കമാലി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അവിടെ എത്തും എന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദിലീപിന് ജാമ്യം അനുവദിക്കുമോ എന്ന കാര്യമാണ് ഇന്ന് അറിയേണ്ടത്. കേസിന്റെ മറ്റു തുടർ നടപടികൾ കൂടി, സാക്ഷികൾ ഉണ്ടെങ്കിൽ എന്തിനാണ് മാപ്പ് സാക്ഷികളെ തേടുന്നത് എന്ന അഡ്വക്കേറ്റ് രാംകുമാറിന്റെ ഒരു പുതിയ പ്രസ്താവന കൂടി നിലവിൽ വന്നിട്ടുണ്ട്. കോടതി പരിസരത്ത് നിന്ന് ആകും ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. കോടതി പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. പോലീസ് ദിലീപുമായി കോടതി പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായ നടൻ ദിലീപിനെ കോടതിയിൽ ഹാജരാക്കുകയാണ്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡി പൂർത്തിയായതിനെ തുടർന്ന്
ആണ് കോടതിയിൽ ഹാജരാക്കുന്നത്. അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുന്നത്. അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ദിലീപിന് കോടതി ജാമ്യം അനുവദിക്കുമോ എന്ന് അല്പസമയങ്ങൾക്ക് അകം അറിയാം. അന്വേഷണം തുടരാനായി കസ്റ്റഡി കാലാവധി നീട്ടി നൽകണം എന്നാകും പോലീസ് ആവശ്യപ്പെടുക. ദിലീപിന് ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ ഇന്നും കോടതിയോട് ആവശ്യപ്പെടുന്നതും. ബുധനാഴ്ച ദിലീപിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു. എന്നാൽ അന്ന് ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം മാത്രമാണ് കോടതി കേട്ടത്. പ്രോസിക്യൂഷന് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം നീട്ടി നൽകുകയായിരുന്നു അന്ന് കോടതി ചെയ്തത്. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ദിലീപിന് ജാമ്യം അനുവദിച്ചാൽ അത് കേസിനെയും തെളിവ് ശേഖരണത്തെയും ബാധിക്കും എന്ന് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിക്കും. ഇതുവരെ പോലീസ് ദിലീപിനെതിരെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നും വെറും സംശയത്തിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന സുപ്രീം കോടതി അറസ്റ്റ് ചെയ്യുന്നത് അത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്, അതാണ് ദിലീപിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്നാണ് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുക. ദിലീപിനെ വാഹനത്തിൽ നിന്ന് ഇറക്കും. അങ്കമാലി കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് ജാമ്യാപേക്ഷ തള്ളിയാൽ ഉച്ചയോടുകൂടി തന്നെ മേൽക്കോടതിയെ സമീപിക്കാനും ദിലീപിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ട്. ദിലീപിന്റെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായ നടൻ ദിലീപിനെ അങ്കമാലി കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. തത്സമയ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. അങ്കമാലി കോടതിയിലേക്ക് ദിലീപിനെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ. ദിലീപിന് ജാമ്യം ലഭിക്കുമോ? ദിലീപിന് ജാമ്യം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമാകും. അക്കാര്യങ്ങളടക്കം ഇന്ന് അറിയാം. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിനായ നടൻ ദിലീപിനെ കോടതിയിൽ ഹാജരാക്കുകയാണ്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡി പൂർത്തിയായതിനെ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ദിലീപിന് കോടതി ജാമ്യം അനുവദിക്കുമോ എന്ന വളരെ നിർണായകമായ ചോദ്യം, അതിന് ഉള്ള ഉത്തരമാണ് വരും മണിക്കൂറുകളിൽ എന്തായാലും അറിയാനാവുക. എന്തായാലും അന്വേഷണം തുടരാനായി കസ്റ്റഡി കാലാവധി നീട്ടി നൽകണം എന്ന് പോലീസ് ആവശ്യപ്പെടും. ദിലീപിന് ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടുന്നതും. ബുധനാഴ്ച ദിലീപിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു. എന്നാൽ അന്ന് ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം മാത്രമാണ് കോടതി കേട്ടത്. പ്രോസിക്യൂഷന് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ അന്ന് സമയം നീട്ടി നൽകുകയും ചെയ്തിരുന്നു. ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗം വാദം പൂർത്തിയായെങ്കിലും പ്രോസിക്യൂഷൻ വാദം ഇന്നലെ നടന്നിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ബുധനാഴ്ച ദിലീപിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു. എന്നാൽ അന്ന് ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം മാത്രമായിരുന്നു കോടതി കേട്ടത്. പ്രോസിക്യൂഷന് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം നീട്ടി നൽകുന്ന സാഹചര്യം കൂടിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ദിലീപിന് ജാമ്യം അനുവദിച്ചാൽ അത് തെളിവ് ശേഖരണത്തെ ബാധിക്കും എന്ന് പ്രധാനമായും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കും. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അങ്കമാലി കോടതി പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ടി.പി. പ്രശാന്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. പ്രശാന്ത്, ദിലീപുമായി പോലീസ് കോടതിയിൽ എത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എന്താണ് പുതിയ വിവരങ്ങൾ? പ്രശാന്ത്, കേൾക്കാമോ? അങ്കമാലി കോടതി പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നിലവിൽ കാണുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായ നടൻ ദിലീപിനെ കോടതിയിൽ ഹാജരാക്കി. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡി പൂർത്തിയായതിനെ തുടർന്നാണ് നടനെ അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ കാണുന്നത്. ദിലീപിന് കോടതി ജാമ്യം അനുവദിക്കുമോ എന്ന കാര്യം ഇന്നറിയാം. അതേസമയം അന്വേഷണം തുടരാനായി കസ്റ്റഡി കാലാവധി നീട്ടിത്തരണം എന്നായിരിക്കും പോലീസ് ആവശ്യപ്പെടുക. ദിലീപിന് ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നതും. ദിലീപിന്റെ ജാമ്യാപേക്ഷ നേരത്തെ കോടതി പരിഗണിച്ചിരുന്നു. എന്നാൽ അന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം മാത്രമാണ് കോടതി കേട്ടത്. പ്രോസിക്യൂഷന് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം നീട്ടി നൽകുകയായിരുന്നു അന്ന് ചെയ്തത്. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ദിലീപിന് ജാമ്യം അനുവദിച്ചാൽ കേസിനെയും തെളിവ് ശേഖരണത്തെയും ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിക്കുമെന്നാൽ
ഇതുവരെ പോലീസിന് ദിലീപിനെതിരെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നും വെറും സംശയത്തിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് ദിലീപിന്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് എന്നുമായിരുന്നു പ്രതിഭാഗം നേരത്തെ കോടതിയിൽ വാദിച്ചിരുന്നത്. ജാമ്യാപേക്ഷ തള്ളിയാൽ ഉച്ചയോടെ തന്നെ മേൽക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ടി.പി. പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ കൂടി. അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ജാമ്യാപേക്ഷയെ സംബന്ധിച്ചിട്ടുള്ള വാദം തുടരും. അപ്പോൾ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷൻ തങ്ങളുടെ നിലപാട് പറയും. മാത്രവുമല്ല 2 ദിവസം കസ്റ്റഡിയിൽ കിട്ടാനാണ് പോലീസ് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ 2 ദിവസത്തേക്ക് മാത്രമാണ് ദിലീപിനെ കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നത്. അപ്പോൾ മറ്റു ജില്ലകളിലെല്ലാം തന്നെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സമയം അതിനെ ചോദ്യം ചെയ്യാൻ ലഭിച്ചിട്ടില്ല എന്നുള്ള വാദം നിരത്തും. ഒപ്പം ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ജീവപര്യന്തം അടക്കമുള്ള തെളിവ് കുറ്റങ്ങൾ ചാർത്തപ്പെട്ടുള്ള പ്രതിക്ക് യാതൊരു കാരണവശാലും ഇപ്പോൾ ജാമ്യം നൽകരുത് എന്നുള്ള വാദം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉന്നയിക്കും. ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി സമീപിക്കാനുള്ള നീക്കവുമാണ് പ്രതിഭാഗം അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സാക്ഷികൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസ് മാപ്പ് സാക്ഷികളെ അന്വേഷിക്കുന്നതെന്നടക്കം പ്രതിഭാഗം അഭിഭാഷകന്റെ ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകർ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ അങ്കമാലി പരിസരവും അതായത് കോടതി പരിസരം വളരെയധികം ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അതായത് ഇത് സംബന്ധിച്ച കേസിന്റെ നടപടികളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. മാത്രമല്ല കനത്ത സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് കേസിലെ പ്രതിയെ കുറ്റാരോപിതനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതി സംബന്ധിച്ച കേസുകൾ പരിഗണിക്കും. ഇവിടെ വന്നപ്പോൾ ആളുകളെല്ലാവരും തന്നെ കുക്കു വിളിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും മറ്റ് അതായത് വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിലീപ് എല്ലാവരും കൈയുയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല ഈ ജാമ്യാപേക്ഷ സംബന്ധിച്ചുള്ള കേസ് പരിഗണിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം പൾസർ സുനിയെയും ദിലീപിനെയും ബന്ധപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ചങ്ങലയിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി. അതുകൊണ്ട് തന്നെ അപ്പുണ്ണിയെ അറസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്പുണ്ണിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് പോലീസിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് അപ്പുണ്ണി ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ചോദ്യം ചെയ്യാൻ അപ്പുണ്ണിക്ക് നോട്ടീസ് നൽകിയിരുന്നു. നേരത്തെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലെ അപ്പുണ്ണിയെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് അപ്പുണ്ണിയെ വിട്ടയച്ചത്. പിന്നീട് അപ്പുണ്ണി ഒളിവിൽ പോകുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പുണ്ണിയുടേതടക്കമുള്ള ഫോണുകൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. ഈ കേസിലെ നിർണായകമായിട്ടൊരു കണ്ണിയാണ് അപ്പുണ്ണി. അതുകൊണ്ട് അപ്പുണ്ണിയെ അറസ്റ്റ് ചെയ്യുകയും അപ്പുണ്ണിയെയും പ്രധാനപ്പെട്ട നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട കുറ്റാരോപിതനെയും നിർത്തിക്കൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ പോലീസിന് ചോദിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ തെളിവെടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് അപ്പുണ്ണിയെ കൂടി ലഭിക്കണം. ഇപ്പോൾ അപ്പുണ്ണി ഒളിവിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതിയെ ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം എന്നുള്ള ഒരു വാദവും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് കോടതിയിൽ ഉന്നയിക്കപ്പെട്ടേക്കാം. ആ ഒരു സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ സംബന്ധിച്ച കാര്യത്തിലുള്ള വിധി പറയുന്നതിൽ ചില അനിശ്ചിതത്വം ഉണ്ടാകും എന്നുള്ളതാണ് നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല ഇതിൽ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഒപ്പം പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകുകയും ചെയ്യും. ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഒരു നീക്കം നടത്താനും പ്രതിഭാഗം അഭിഭാഷകർ ആലോചിക്കുന്നുണ്ട്. ഈ ജാമ്യാപേക്ഷ തള്ളിയാൽ ഇന്ന് തന്നെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള നിയമ സാധ്യത ആരാഞ്ഞിട്ടുണ്ടോ, അത് തേടുന്നുണ്ടോ? അങ്ങനെയാണോ നീക്കം? തീർച്ചയായിട്ടും അത്തരത്തിലൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ പ്രതിഭാ അഭിഭാഷകന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സുരേശനാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. അദ്ദേഹമായിരിക്കും പ്രോസിക്യൂഷന്റെ നിലപാടുകൾ വിശദീകരിക്കുക. അത്തരത്തിൽ ജാമ്യാപേക്ഷ എതിർക്കുന്ന തരത്തിലേക്കുള്ളൊരു നിലപാട് വരും. നിലപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1:30 മുമ്പാണ് ഈ സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇന്ന് തന്നെ ജാമ്യം ലഭ്യമാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അഭിഭാഷകരുടെ ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അത്തരത്തിലുള്ള അതായത് മറിച്ച് 2 ദിവസം കസ്റ്റഡിയിലേക്കാണ് പോലീസ് വിട്ടു നൽകുന്നതെങ്കിൽ അത്തരത്തിൽ ജാമ്യാപേക്ഷയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ വിധി പറയാൻ പിന്നീടേക്ക് മാറ്റിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അത് സംബന്ധിച്ച കാര്യത്തിൽ ചില അനിശ്ചിതത്വങ്ങളും പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം പ്രതിഭാഗം ഭാഗത്തു നിന്ന് ചിലപ്പോൾ ജാമ്യം ലഭിച്ചേക്കാമെന്നുള്ള പ്രതീക്ഷകളും പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടി സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ ഉള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ആ തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഈ കോടതി പരിസരവും അതുപോലെ തന്നെ കേരളീയ സമൂഹം തന്നെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. തെളിവ് ശേഖരണത്തെയും അത് സാരമായി ബാധിക്കും എന്നാണല്ലോ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. അത് കോടതി മുഖവിലേക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന എന്താണ്?
തീർച്ചയായിട്ടും ഇത് വളരെ കൊള്ളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കേസാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിയുള്ള കേസാണ്. അത്തരത്തിലുള്ള പരിഗണനയെല്ലാം തന്നെ ഈ കേസിന് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ജാമ്യം നിഷേധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയേക്കാമെന്നുള്ളതാണ് അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് നിയമജന്റെ ഭാഗത്തുനിന്നെല്ലാം തന്നെ ഉണ്ടാകുന്ന സൂചനകൾ. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. കാരണം വളരെയധികം ഒരു മാരത്തോൺ ചോദ്യം ചെയ്യലിനിടെയാണ് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചില കുറ്റങ്ങൾ സമ്മതിക്കുന്ന കാര്യത്തിൽ വരെ അല്ലെങ്കിൽ ചില കുറ്റങ്ങൾ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ വരെ 3 മണിക്കൂറോളം പിടിച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒടുവിൽ പൾസർ സുനിയെയും ദിലീപിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ചില നിർണായക വിവരങ്ങൾ പുറത്തു വരികയും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലൊരു കൗശലത അല്ലെങ്കിൽ ഒരു കൗശലത നിറഞ്ഞിട്ടുള്ള ഒരു ഇത് പിന്നീടും ഉണ്ടായേക്കാം. അതുകൊണ്ട് പ്രതിക്ക് ജാമ്യം നൽകിയ തെളിവുകൾ നശിപ്പിക്കപ്പെടാമെന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം നിഷേധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാമെന്നുള്ള ഉണ്ടായേക്കാമെന്നുള്ളത് നിയമവിദഗ്ധരുടെ ഭാഗത്ത് പറയുന്നത്. പ്രതിഭാഗം അഭിഭാഷകരുടെ പ്രതീക്ഷ ഇന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ തന്നെയും അത് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് മറ്റൊരു നീക്കം നടത്താം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. ഈ രാംകുമാർ നേരത്തെ തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നത് ദിലീപിനെതിരെ തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല, വെറും സംശയത്തിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ആ സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നാണല്ലോ. കോടതിയിൽ ആ നിലപാട് ആവർത്തിക്കുമോ? എന്താണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കം? അരുൺ, തീർച്ചയായും ആ വാദം തന്നെയായിരിക്കും പ്രതിഭാഗം അഭിഭാഷകർ നിരത്തുക. കാരണം സുപ്രീം കോടതിയുടെ ലംഘനമാണ്, മതിയായ തെളിവുകളില്ല തുടങ്ങിയ വാദങ്ങൾ തന്നെ ഇക്കുറിയും നിരത്തും. പ്രത്യേകിച്ച് ജാമ്യാപേക്ഷ സംബന്ധിച്ചിട്ടുള്ള അതിൽ വാദം തുടരവേ അല്ലെങ്കിൽ അത് പകുതിക്ക് വെച്ചാണ് നിർത്തിക്കുക. അപ്പോഴാണ് പ്രോസിക്യൂഷൻ നിലപാടുകൾ പറയുന്നത്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നിലപാടുകൾ ആവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ ആവർത്തിക്കുമ്പോൾ പ്രതിഭാഗവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഉന്നയിക്കുക. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണെന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിക്ക് അനുകൂലമായ രീതിയിലേക്ക് അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുന്ന രീതിയിലേക്കുള്ള നിലപാടുകളിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് രാംകുമാറിന്റെ ക്യാമ്പിന് ഉള്ളത്, പ്രതിഭാഗം അഭിഭാഷകന്റെ ക്യാമ്പിന് ഉള്ളത്. ടി പി പ്രശാന്താണ് കോടതി പരിസരത്ത് നിന്ന് പുതിയ വിവരങ്ങൾ നൽകുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായ നടൻ ദിലീപിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡി പൂർത്തിയായതിനെ തുടർന്നാണ് അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ദിലീപിന് കോടതി ജാമ്യം അനുവദിക്കുമോ എന്ന കാര്യം ഇന്ന് അറിയാം. അതേസമയം അന്വേഷണം തുടരാനായി കസ്റ്റഡി കാലാവധി നീട്ടിത്തരണം എന്ന ആവശ്യമായിരിക്കും പോലീസ് കോടതിയിൽ ആവശ്യപ്പെടുക. ദിലീപിന് ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെടുന്നതും. എന്തായാലും ദിലീപിന്റെ ജാമ്യാപേക്ഷ നേരത്തെ കോടതി പരിഗണിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം മാത്രമായിരുന്നു കോടതി കേട്ടത്. പ്രോസിക്യൂഷന് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം നീട്ടി നൽകുകയും ചെയ്തിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ദിലീപിന് ജാമ്യം അനുവദിച്ചാൽ അത് കേസിനെയും തെളിവ് ശേഖരണത്തെയും ബാധിക്കും എന്ന് പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ വാദിക്കും. മറ്റൊന്ന്, ഇതുവരെ പോലീസിന് ദിലീപിനെതിരെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നും വെറും സംശയത്തിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ് ദിലീപിന്റെ കാര്യത്തിൽ നടന്നത് എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രതിഭാഗം ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിക്കും. അങ്ങനെയാണെങ്കിൽ ജാമ്യത്തിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. അത് കോടതി മുഖവിലേക്ക് എടുക്കുകയാണ് എങ്കിൽ. പക്ഷേ എന്തായാലും ഇതിനുശേഷം ഇന്ന് ജാമ്യം നൽകിയില്ല എങ്കിൽ, ജാമ്യാപേക്ഷ തള്ളിയാൽ ഉച്ചയോടുകൂടി തന്നെ മേൽക്കോടതിയെ സമീപിക്കാനും പ്രതിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ നിയമ സാധുതയും സാങ്കേതിക കാര്യങ്ങളും ഒക്കെ നിലവിൽ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദിലീപിന് ജാമ്യം അനുവദിക്കുമോ എന്ന നിർണായകമായ വിവരങ്ങൾ കൂടി അല്പസമയത്തിനകം അറിയാൻ കഴിയും എന്നാണ് അങ്കമാലി കോടതി പരിസരത്ത് നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ഇപ്പോൾ അങ്കമാലി കോടതിയിലാണ് നടൻ ദിലീപ് ഉള്ളത്. നടൻ ദിലീപിന് ജാമ്യം ലഭിക്കുമോ എന്ന് അല്പസമയത്തിനകം അറിയാം. ടി പി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, പുതിയ വിവരങ്ങൾ കൂടി. അല്പസമയത്തിന് തന്നെ കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ ജാമ്യാപേക്ഷ സംബന്ധിച്ച കാര്യമാണ് പരിഗണിക്കുക. ഇത് പരിഗണിക്കുമ്പോഴായിരിക്കും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കൂടി കോടതിക്ക് മുന്നിലേക്ക് എത്തും. അപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നിട്ടുള്ള നിലപാടുകൾ ആവർത്തിക്കും. പ്രത്യേകിച്ച് വളരെ പ്രമാദം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കേസ്, ഒപ്പം ഇതിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുത സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള കേസ്. ഇത്തരം കേസുകൾ, ഈ കേസിൽ ജീവപര്യന്തം അടക്കമുള്ള കുറ്റങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കുറ്റാരോപിതന് ജാമ്യം നൽകരുത് എന്നുള്ള നിലപാടായിരിക്കും പ്രോസിക്യൂഷൻ ഇത് സംബന്ധിച്ച കാര്യത്തിൽ
കോടതിയിൽ ആവർത്തിക്കുക. കാരണം ഇത്തരത്തിലൊരു പ്രതിയുടെ കൂട്ടുപ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള പൾസർ സുനിയെയും ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കുറ്റാരോപിതനെ കൂടി കണക്ട് ചെയ്യുന്ന ഒരു പ്രതി, അതായത് നടൻ ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയെ കൂടി കസ്റ്റഡിയിൽ ലഭിക്കേണ്ടതുണ്ട്. കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് സംബന്ധിച്ച കാര്യത്തിൽ കൂടുതൽ തെളിവെടുപ്പുകൾ കൂടി നടത്തണം എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നും കോടതിയിൽ പറയും. മാത്രവുമല്ല, കഴിഞ്ഞ 2 ദിവസത്തേക്ക് മാത്രമാണ് പ്രതിയെ തെളിവെടുപ്പിനായി ലഭിച്ചത്. ഈ തെളിവെടുപ്പിനായി ലഭിച്ചപ്പോൾ തന്നെ മറ്റ് ജില്ലകളിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. തൊടുപുഴയിലേക്കും അതുപോലെ തൃശ്ശൂരിലേക്ക് അടക്കം തന്നെ കൊണ്ടുപോകേണ്ടി വന്നു. അതിന് സുരക്ഷയുമെല്ലാം നിർത്തി കൊണ്ടുപോകുന്നതിന് വളരെ മതിയായിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ സാഹചര്യവും ചോദ്യം ചെയ്യുന്ന സാഹചര്യവും തന്നെ ലഭിച്ചിരുന്നില്ല എന്നുള്ള വാദവും പോലീസ് മുന്നോട്ട് വെക്കും. അതുകൊണ്ട് തന്നെ ഇനി പ്രതിയെ കുറെ കൂടി ചോദ്യം ചെയ്യുന്നതിനെ കസ്റ്റഡി കിട്ടണമെന്നുള്ള ആവശ്യം തന്നെ ഇവിടെയും ആവർത്തിക്കും. അങ്ങനെയുള്ള ഒരു ആവശ്യം പരിഗണിക്കുമ്പോൾ അതായത് ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയെ സംബന്ധിച്ച് അപ്പുണ്ണി ഇപ്പോൾ ഒളിവിലാണ്. ഈ അപ്പുണ്ണിയെ കൂടി കസ്റ്റഡിയിൽ ലഭിക്കേണ്ടതുണ്ട് പോലീസ്. അപ്പുണ്ണിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് പോലീസ് മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, അപ്പുണ്ണി ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. മാത്രം അപ്പുണ്ണിയുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ്, അത് 5ഓളം മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. പൾസർ സുനിയും അപ്പുണ്ണിയും ബന്ധപ്പെട്ടപ്പോൾ സംസാരിച്ച് ദിലീപാണോ എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരുത്തുക. മാത്രമല്ല, പൾസർ സുനിയെ എവിടെയെല്ലാം വെച്ച് ദിലീപ് കണ്ടിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ അപ്പുണ്ണിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. സാന്നിധ്യമുണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൂടി വീണ്ടും പ്രധാനമായിട്ടും അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരെയും, അതായത് അപ്പുണ്ണിയെയും കൂടി കസ്റ്റഡി എടുത്ത് ഇവനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ മൊത്തത്തിലുള്ള വസ്തുക്കൾ പുറത്തു വരൂ എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് നിരത്തും. അങ്ങനെ ഉണ്ടായാൽ ഒരു പക്ഷേ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ള വാദം ശക്തമായി കഴിഞ്ഞ് ചിലപ്പോൾ ജാമ്യം നിഷേധിക്കുന്ന അടക്കമുള്ള നടപടി ഉണ്ടായേക്കാം എന്നുള്ളതാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. മറിച്ച് ജാമ്യം നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായാൽ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ജാമ്യം നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായാൽ ഹൈക്കോടതി അടക്കം സമീപിക്കാനാണ് പ്രതിഭാഗം അഭിഭാഷകരുടെ ക്യാമ്പ് ആലോചിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ആലോചനകളാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അങ്കമാലി കോടതി പരിസരത്ത് വൻ ജനാവലിയുടെ അതായത് ഇവിടെ ദിലീപ് എത്തുമ്പോൾ തന്നെ ആളുകൾ കൂക്കി വിളിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ചിലർ ജയ് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ കൈയുയർത്തി കാണിച്ചുകൊണ്ടാണ് ദിലീപ് കോടതിക്ക് ഉള്ളിലേക്ക് കടന്നുപോയത്. അല്പസമയത്തിന് തന്നെ കോടതി നടപടികൾ ആരംഭിക്കുകയും സംബന്ധിച്ചിട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അരുൺ, കോടതിയിൽ എത്തിച്ചു. ആലുവ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ദിലീപിനെ എത്തിച്ചത്. ദിലീപിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയാണിപ്പോൾ. ഒരുപക്ഷെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ സംജാതമായിരിക്കുന്നു. ദിലീപിന് ജാമ്യം അനുവദിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചും ഗൗരവമായ ചർച്ചകൾ നടക്കുകയാണ്. തീർച്ചയായും ദിലീപ് ഇപ്പോൾ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ്. വാദം പുരോഗമിക്കുകയാണ്. ജാമ്യ ഹർജിയിന്മേൽ വാദം പൂർത്തിയായ സാഹചര്യത്തിൽ വിധി ഇന്നാണ് പറയുക. ദിലീപ് കോടതിയിൽ.